ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC ക്വസോ. ഞാനിന്ന് പുതിയൊരു പോർഷനിലേക്ക് കടക്കുകയാണ്, ടൈം ആൻഡ് വർക്ക്. ഈ പോർഷൻ ബാങ്ക് എക്സാംസിന്, SSC എക്സാംസിന്, അതുപോലെ കേരള PSC എക്സാംസിൽ എല്ലാം ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്കൊരു 1 or 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. സോ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പോർഷനാണ് ടൈം ആൻഡ് വർക്ക്. പക്ഷെ മിക്കവർക്കും ഈ പോർഷൻ പാടാണ്. അതിന് മെയിൻ കാരണം നമ്മുടെ കൺസെപ്റ്റ്, അതായത് ടൈം ആൻഡ് വർക്ക് ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. സോ ഈ ടൈം ആൻഡ് വർക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റനും പഠിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ 3 ടേംസ് ആണ് പഠിക്കേണ്ടത്. അതായത് വർക്ക്, പിന്നെ ടൈം, അതുപോലെ തന്നെ എഫിഷ്യൻസി. വർക്ക്, ടൈം, എഫിഷ്യൻസി. വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫുൾ വർക്ക്, ഒരാൾ ചെയ്യേണ്ട കംപ്ലീറ്റ് വർക്കാണ്, അല്ലെങ്കിൽ ടോട്ടൽ വർക്കാണ് ഞാൻ W വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. T എന്താ? ടൈം. E എഫിഷ്യൻസി. ഈ 3 ടേംസിനെ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. ക്ലിയർ ആയോ? വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. ഈ ഒരു ബേസിക് ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ഇത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. സോ ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. അതായത് ഈ വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണെങ്കിൽ ടൈം എന്തായിരിക്കും? വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? അല്ലെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? വർക്ക് ബൈ ടൈം അല്ലേ? ക്ലിയർ ആയല്ലോ? സോ ഈ 3 ഇക്വേഷൻ പഠിക്കണം. ഈ ഒരു ബേസിക് ഇക്വേഷൻ പഠിച്ചാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. ഈ ഒരു ബേസിക് ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഇത് നമുക്ക് ടൈം ആൻഡ് വർക്ക് പോർഷനിലും പൈപ്പ് ആൻഡ് സിസ്റ്റം പോർഷനിലും ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. സോ ഇവിടെ അത് തന്നെ പറയുന്നത്. എഫിഷ്യൻസി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരാൾ എത്ര വർക്ക് ചെയ്തു എന്നതാണ് എന്തായിട്ട് പറയുന്നത്? അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. W ഈസ് ഈക്വൽ ടു T ഇൻറ്റു E. സോ അവിടുന്ന് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്താ? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ വർക്ക് ബൈ ടൈം. അതുപോലെ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. സോ ജസ്റ്റ് ഓർത്ത് വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A can do a piece of work in 20 days and B in 30 days. Find the time taken by both of them to complete the same work. സോ എന്താ പറഞ്ഞേക്കുന്നത്? A ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. സെയിം വർക്ക് Bക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? ഈ വർക്ക് തന്നെ Aയും Bയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? സോ നമുക്കത് എഴുതാം. സോ ഇവിടെ നമുക്ക് 3 പോർഷൻ ഉണ്ട്. ആദ്യം നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് എഴുതുക. ആരൊക്കെയുണ്ട്? A ഉണ്ട്, B ഉണ്ട്, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? Aയും Bയും കൂടെ ഈ വർക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക. അപ്പോൾ A+B, A ആൻഡ് B. അതിനെ ഞാൻ എങ്ങനെ അതിനോട് പ്ലസ് സൈൻ വെച്ച് A+B. പിന്നെ ഞാൻ ഇവിടെ എഴുതുന്നത് ടൈം. ഈ ടൈം ഉദ്ദേശിക്കുന്ന ഒരു ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് എടുക്കുന്ന ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ സമയം എഴുതാൻ വേണ്ടി. അതായത് Aയുടെ ടൈം, Bയുടെ ടൈം, അതുപോലെ A+Bയുടെ ടൈം. ക്ലിയർ ആയല്ലോ? ഇനി താഴെ ഞാൻ വേറൊരു ഇതും കൂടെ എഴുതി. ഈ എന്താ നമ്മൾ പഠിച്ചേ? എഫിഷ്യൻസി. ശരിയല്ലേ? ഇനി നമ്മളിവിടെ ഒരു വർക്ക് എന്ന് പറഞ്ഞ W എന്താ? വർക്കും കൂടെ എഴുതണം. ഇനി Aക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു എന്നാണ് പറഞ്ഞേ? 20 ഡേയ്സ്. സോ ഇവിടെ ഞാൻ 20 എഴുതാമല്ലോ. Aയുടെ താഴെ ടൈമിൻ്റെ അവിടെ. ശരിയല്ലേ? Bക്ക് എത്ര ഡേയ്സ് എടുത്തു എന്നാണ് പറഞ്ഞേ? 30 ഡേയ്സ് ആണല്ലോ. അതിവിടെ എഴുതി. ഇനി എപ്പോഴും ഓർത്തിരിക്കുക, വർക്കായിട്ട് എടുക്കേണ്ടത്
ഈ ടൈമിൻ്റെ വാല്യൂസിൻ്റെ, അതായത് ടോട്ടൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ വാല്യൂസിൻ്റെ LCM, അല്ലെങ്കിൽ LCMത്തിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ മിനിമം വാല്യൂ എന്തായിരിക്കണം? LCM എങ്കിലും ആയിരിക്കണം. സോ വർക്കായിട്ട് എന്താ എടുക്കണ്ടേ? ടോട്ടൽ വർക്ക് ടൈം എടുക്കുന്നത്, അതായത് ഒരു ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ വാല്യൂസിൻ്റെ LCM. സോ ഇവിടെ ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത്? 20യും 30 അല്ലേ? അപ്പോൾ LCM കണ്ടുപിടിക്കാമല്ലോ. LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സോ ഇവിടെ ഏതൊക്കെ വാല്യൂസിൻ്റെ LCM കണ്ടുപിടിക്കണ്ടേ? 20യുടെയും 30യുടെയും അല്ലയോ? സോ LCM എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? സോ ഇതിൽ ഏറ്റവും ചെറിയ ഫാക്ടേഴ്സ് ആലോചിച്ച് ഇത് രണ്ടിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? 2 വെച്ച്. സോ 2 വെച്ച് ഞാൻ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? ഇവിടെ 10 കിട്ടും. ശരിയല്ലേ? ഇവിടെയോ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 30 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര? 15 കിട്ടും അല്ലേ? ഇനി ഇത് രണ്ടിനെയും കോമൺ ആയിട്ട് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇത് അല്ലെങ്കിൽ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ? 5. ശരിയല്ലേ? അപ്പം 5 × 2 അല്ലേ 10. അപ്പോൾ ഇവിടെ 2 എഴുതാമല്ലോ. 5 × 3 അല്ലേ 15. ഇനി LCM വാല്യൂ എന്തായിരിക്കും? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ വാല്യൂസാണ് ഉള്ളത്? 2 × 5 × 2 × 3. സോ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 16 കിട്ടും. അപ്പോൾ LCM എത്ര കിട്ടി? 16. ക്ലിയർ ആയല്ലോ? നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ട വാല്യൂസ് എഴുതി, പിന്നെ ഫാക്ടേഴ്സ് വെച്ച് ഇത് ചെയ്തു അല്ലേ? അപ്പം കിട്ടുന്ന വാല്യൂ എത്ര? 60. സോ വർക്കിൻ്റെ അവിടെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 60 എന്ന് എഴുതാമല്ലോ. ക്ലിയർ ആയോ? സോ വർക്ക് 60 ആണ്, ടൈം ഉണ്ട്. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഒന്ന് ഓർത്തേ. ബേസിക് ഇക്വേഷൻ എന്തുവാ? വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയുടെ ടോട്ടൽ വർക്ക് 60 ആണ്, ടൈം 20 ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും? 60/20 അല്ലേ? 60/20 ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ ആയോ? ഇനി ബിയുടെ നോക്കിയേ. ബിയുടെ വർക്ക് 60 ആണ്, ടൈം എത്രയാ? 30. സോ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? വർക്കിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ W/T അല്ലേ? അപ്പോൾ 60യെ 30 വെച്ച് ഡിവൈഡ് ചെയ്യുക. 60/30 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ എയുടെ എഫിഷ്യൻസി എനിക്ക് 3 എന്ന് കിട്ടി, ബിയുടെ എഫിഷ്യൻസി എനിക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ A + ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? കാരണം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും 2 പേര് ചേർന്ന് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 പേര് ചേർന്ന് ചെയ്യുവാണെങ്കിൽ ആ 2 പേരുടെ എഫിഷ്യൻസിയും കൂടെ ഒരുമിച്ചാകും. സോ ഇവിടെ A + ബി ഒരുമിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി ആഡ് ചെയ്യുകയല്ലേ അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 3 + 2 എത്രയാ? 5. സോ A + ബിയുടെ എഫിഷ്യൻസി എനിക്ക് എത്ര ആയിട്ട് കിട്ടി? 5 ആയിട്ട് കിട്ടിയില്ലേ? ഇനി A + ബിയുടെ കേസ് ഒന്ന് നോക്കിയേ. ടോട്ടൽ വർക്ക് 60 എന്ന് തന്നിട്ടുണ്ട്, എഫിഷ്യൻസി 5 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കാം. നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അപ്പം ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? വർക്കിനെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരായോ? അതായത് 60യെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരായോ അല്ലേ? അപ്പോൾ 60/5 ചെയ്താൽ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 12 എന്ന് കിട്ടും അല്ലേ? അപ്പം എയും ബിയും കൂടെ ആ ഒരു സെയിം വർക്ക് ചെയ്യാൻ എത്രയാണ് ടൈം എടുക്കുന്നത്? 12. ക്ലിയർ ആയല്ലോ? സെയിം ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുപോലത്തെ ചെയ്യാം. A and B can do a piece of work in 15 and 20 days respectively. In how many days will they together finish the same work? So എന്താ പറഞ്ഞേക്കുന്നത്? A ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 days എടുക്കും, ബിക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 days എടുക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും കൂടെ ഒരുമിച്ച് ഈ വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നല്ലേ? സോ നമ്മുടെ പാറ്റേൺ അറിയാമല്ലോ. എങ്ങനെ എഴുതണം, എന്തൊക്കെ എഴുതണം?
എ എഴുതണം, ബി എഴുതണം. എ ആൻഡ് ബി അച്ചുകൂടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ A+B എഴുതണം. പിന്നെ വർക്ക് എത്രയാണെന്ന് എഴുതണം. ഇവിടെ ടൈം എഴുതണം. ഇവിടെ എഫിഷ്യൻസി എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് എടുക്കും. സെയിം വർക്ക് ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. ശരിയല്ലേ? ഇനി എയും ബിയും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ടൈമിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 15ഉം 20 അല്ലേ? അപ്പം വർക്ക് കണ്ടുപിടിക്കാമല്ലോ. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈമിൻ്റെ വാല്യൂസിൻ്റെ LCM. സോ നമുക്ക് LCM കണ്ടുപിടിക്കാം. സോ ഇവിടെ ഏതൊക്കെ വാല്യൂസിൻ്റെ LCM കണ്ടുപിടിക്കേണ്ടത്? 15ൻ്റെയും 20യുടെ അല്ലേ? അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് എനിക്ക് 5 വെച്ച് ചെയ്യാം അല്ലേ? 5 വെച്ച് 5 × 3 ആണ് 15, 5 × 4 ആണ് 20. ഇനി വല്ലതും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ LCM എന്തായിരിക്കും? 5 × 3 × 4. ശരിയല്ലേ? സോ അത് എത്രയാണ് കിട്ടുന്നത്? 5 × 3 × 4 ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 60 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ LCM എന്ത് തന്നെയാണ്? 60 തന്നെയാണ്. ശരിയല്ലേ? സോ വർക്ക് എന്തായിട്ട് എനിക്ക് എഴുതാൻ പറ്റും? 60 എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? നമ്മുടെ ബേസിക് ഇക്വേഷൻ ഒന്ന് ഓർത്തേ. വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അപ്പോൾ എനിക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ എയുടെ കേസ് നോക്കിയാൽ ടോട്ടൽ വർക്ക് 60 എയുടെ ടൈം 15. അപ്പോൾ എഫിഷ്യൻസി എത്രയായിരിക്കും? 60/15. അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും എയുടെ എഫിഷ്യൻസി അല്ലേ? ഇനി ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ എഫിഷ്യൻസിയുടെ? വർക്ക് ബൈ ടൈം. 60യുടെ വർക്ക് ബിയുടെ വർക്ക് 60 ആണ്, ടൈം 20. അപ്പോൾ എഫിഷ്യൻസി എന്ത് വരും? 60/20. അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? A+Bയുടെ വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്, ടൈമല്ലേ കണ്ടുപിടിക്കേണ്ടത്. A+Bയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ? അപ്പോൾ 4 + 3 ചെയ്താൽ എനിക്ക് എത്ര കിട്ടുന്നത്? 7 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ A+Bയുടെ എഫിഷ്യൻസി എനിക്ക് എത്ര കിട്ടി? 7 എന്ന് കിട്ടി. സോ ഈ ഒരു കേസിൽ എയുടെ എഫിഷ്യൻസി ഉണ്ട്, A+Bയുടെ എഫിഷ്യൻസി ഉണ്ട്, ടോട്ടൽ വർക്കുണ്ട്. അങ്ങനാണെങ്കിൽ നമുക്ക് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടൈമിൻ്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് എന്ത് കിട്ടും? വർക്ക് ബൈ എഫിഷ്യൻസി. സോ 60/7 ഡേയ്സ്. അപ്പോൾ A+Bക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് വേണം? 60/7 ഡേയ്സ്. അടുത്ത 3 പേര് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A, B and C can do a piece of work in 15, 20 and 30 days respectively. If they work together, the work will be finished in how many days? So എന്താ പറഞ്ഞേക്കുന്നത്? എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് വേണം, ബിക്ക് 20 ഡേയ്സ് വേണം, സിക്ക് 30 ഡേയ്സ് വേണം. ഈ സെയിം വർക്ക് ഇവർ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എത്ര ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ പാറ്റേൺ എഴുതാം. എ എഴുതണം, ബി എഴുതണം, സിയും കൂടെ ഉണ്ട്. അപ്പോൾ സി എഴുതണം, A+B+C എഴുതണം, വർക്ക് ഡൺ എഴുതണം. ശരിയല്ലേ? ഇനി എന്താ വേണ്ടേ? ടൈം എഴുതണം, എഫിഷ്യൻസി എഴുതണം അല്ലേ? ഇനി എക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് എടുത്തു, ബിക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുത്തു, സിക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുത്തു? 30 ഡേയ്സ് എടുത്തു അല്ലേ? ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ടൈമിൻ്റെ വാല്യൂസിൻ്റെ LCM. സോ ടൈമിൻ്റെ വാല്യൂസ് എന്തൊക്കെയാ? 15, 20, 30. ശരിയല്ലേ? അപ്പം നമുക്ക് LCM കണ്ടുപിടിക്കാം. സോ ടൈമിൻ്റെ വാല്യൂസ് 15, 20, 30.
മൂന്നിനെയും കൂടെ എനിക്ക് എന്ത് വെച്ച് ഫാക്ടറൈസ് ചെയ്യാം? 5 വെച്ച് അല്ലേ? 5 × 3 15, 5 × 4 20, 5 × 6 എന്താ? 30. ശരിയല്ലേ? ഇനി ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് മൂന്നിലും കൂടെ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. മിനിമം 2 നമ്പേഴ്സിൽ കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, എൽസിയം കണ്ടുപിടിക്കാം. സോ ഇവിടെ നോക്കിയേ, 4ഉം 6ലും എന്തുണ്ട്? 2 ഉണ്ടല്ലോ. അപ്പോൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. 3ക്കകത്ത് 2 ഇല്ലല്ലോ, അപ്പോൾ 3 അതുപോലെ എഴുതി. 2 × 2 4, 2 × 3 6. ഇനി എന്തെങ്കിലും ഉണ്ടോ ഫാക്ടറൈസ് ചെയ്യാൻ? 2 3 ഉണ്ട്. സോ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 1, 3 × 1 3, 2-നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 × 1 3. ഇനി എന്താ ചെയ്യണ്ടേ? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എൽസിയം കിട്ടും. ശരിയല്ലേ? സോ ഇവിടെ എൽസിയം എത്രയാണ് കിട്ടുന്നത്? ഇവിടെ എൽസിയം എന്ത് തന്നെ കിട്ടും? 60 തന്നെ കിട്ടും അല്ലേ? സോ നമുക്ക് എൽസിയം വർക്ക് എന്തായിട്ട് കിട്ടി? എൽസിയം എന്തായിട്ട് കിട്ടി? 60 ആയിട്ട് കിട്ടി. ശരിയല്ലേ? അപ്പോൾ വർക്ക് എന്തായിട്ട് മാറും? 60 ആയിട്ട് മാറും. ശരിയല്ലേ? അങ്ങനാണെങ്കിൽ നമ്മുടെ ബേസ് ഇക്വേഷൻ ഒന്ന് എഴുതിയേ. വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. ഇവിടെ എഴുതി വെക്കാം. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എയുടെ എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസി എങ്ങനെ? വർക്കിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60യെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60/15 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ബിയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? 60യെ 20 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60/20 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി സിയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? 60യെ 30 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60/30 ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ A+B+Cയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? ഈ 3 എഫിഷ്യൻസിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കത്തില്ലേ? അപ്പോൾ 4+3+2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ A+B+Cയുടെ എഫിഷ്യൻസി 9, ടോട്ടൽ വർക്ക് 60. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? 60യെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ 60/9 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 60/9 ആണ് എന്തെന്ന് പറയുന്നത്? A+B+Cയുടെ ടൈം 60/9 എന്തും കൂടെ എഴുതാം എനിക്ക്. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 20/3. ശരിയല്ലേ? അപ്പോൾ 20/3 ഡേയ്സ് എടുക്കും A+B+Cക്ക് ഈ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. A and B together can do a piece of work in 24 days. A alone can do it in 30 days. In how many days B alone can finish the same work? സോ എ ആൻഡ് ബി ഒരു വർക്ക് അവർ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ആ വർക്ക് 24 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. എ എലോൺ ചെയ്യുവാണെങ്കിൽ 30 ഡേയ്സ് എടുക്കും. അങ്ങനാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഈ സെയിം വർക്ക് എത്ര ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും? ഇത് ഇച്ചിരി ഒന്ന് മാറ്റിയാണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? മുമ്പത്തെ 2 ക്വസ്റ്റ്യനിലും നമ്മൾ A+B അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനിലും ടുഗദർ എത്ര ടൈം എടുക്കുമെന്ന്. ഇവിടെ ടുഗദർ ചെയ്യുന്ന സമയം തന്നിട്ടുണ്ട്. എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്. അതിൽ ബിയുടെ ഇൻഡിവിജ്വൽ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഒരു വ്യത്യാസമില്ല. നമ്മൾ ഇതുവരെ ചെയ്ത എങ്ങനെ അതുപോലെ തന്നെ ചെയ്താൽ മതി. സോ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ എഴുതുക. ചെയ്തതുപോലെ തന്നെ എ എഴുതുക, ബി എഴുതുക, A+B എഴുതുക, വർക്ക് എഴുതുക, ഇനി ടൈം എഴുതുക, എഫിഷ്യൻസി എഴുതുക. ഇത്രയും ക്ലിയർ ആയോ? സോ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? A+B 24 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും, A 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ബിയുടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈമിൻ്റെ വാല്യൂസിൻ്റെ എൽസിയം കണ്ടുപിടിക്കുക. ആ എൽസിയമാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ശരിയല്ലേ? സോ ഇവിടെ ടൈമിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 30ഉം 24ഉം. ശരിയല്ലേ? സോ 2ലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. 15 എഴുതാം. 2 × 15 ആണ് 30. 2 × 12 24. 2 ഇനി 2ലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഇനി എന്താ? 3 കോമൺ ആയിട്ടുണ്ട് അല്ലേ? 3 × 5 15. 3 × 4 12. ഇനി കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? LCM കിട്ടും. സോ LCM എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 120. അതായത് ഞാൻ ടോട്ടൽ വർക്ക് എന്തായിട്ട് എടുക്കണം? 120 ആയിട്ട് എടുക്കണം. സോ ടോട്ടൽ വർക്ക് ഞാനിവിടെ 120 ആയിട്ട് എടുത്തു. ഇനി 120. ഇനി വർക്ക് എന്താ? ഇക്വേഷൻ എന്താ? ടൈം ഇൻറ്റു എഫിഷ്യൻസി. സോ എയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാം. 120യെ 30 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ? അതുപോലെ ബിയുടെ എഫിഷ്യൻസി A+Bയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? വർക്കിനെ 120യെ 24 വെച്ച് ഡിവൈഡ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 120യെ 24 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 5. ശരിയല്ലേ? അപ്പം നോക്കിയേ, എയുടെ എഫിഷ്യൻസി 4, എയുടെ ബിയുടെയും കൂടെ 5. അപ്പം ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴായിരിക്കും 5 കിട്ടിയേ? 1 അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 4 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ബിയുടെ നോക്കിയേ, ബിയുടെ എഫിഷ്യൻസി 1 ആയിട്ട് കിട്ടി. ടോട്ടൽ വർക്ക് നമുക്കറിയാം എത്രയാ? 120 അല്ലേ? അപ്പം ടൈം എന്തായിരിക്കും? വർക്കിനെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്യുക. 120/1. അപ്പോൾ എത്ര കിട്ടി? 120. അപ്പോൾ ബി എലോൺ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? 120 ഡേയ്സ് എടുക്കും. ക്ലിയർ ആയോ? സോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റിയ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തുള്ളൂ. ഒരു വീഡിയോയിൽ നമുക്ക് ഒരു 4 to 5 ക്വസ്റ്റ്യൻസേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോഴത്തേക്കൊരു 20 മിനിറ്റ്സ് കഴിയും. ശരിയല്ലേ? സോ ഇതിൻ്റെ ബാക്കി പോർഷൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.